Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. ഇത് മലങ്ങൾ, ഭൂലോക മലങ്ങൾ. ഇനി കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി. ആഭരണ കടയിലെത്തിയിരുന്ന പണം 3 ജീവനക്കാരികൾ ചേർന്ന് QR കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് പ്രധാന കേസ്. പകച്ചുപോയി എന്റെ ബാല്യം. അപ്പ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ടൈം ഇല്ലാത്തോണ്ടാ. നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവരുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി. അങ്ങനെ 69 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. ഇവളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും സൂത്രധാര. ഇവളും ഗുണ്ടിയാണ്, ഗുണ്ടത്തിയാണ്. എന്നാൽ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി പോലീസ് തള്ളി. ഇതിന് നല്ല ചുട്ടിടിയാണോ പരിഹാരം? പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ഇന്ന് ഹാജരായിട്ടുള്ള 2 പേർ, വിനീത രാധാകുമാരി എന്നിവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല. ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത്. 3 പ്രതികളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു പ്രതി, ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല, ഇന്ന് ഹാജരായിട്ടുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത രാധാകുമാരി എന്നീ 2 പ്രതികൾ ഹാജരായിട്ടുള്ളത്. ഈ മഹാഭാവി നമ്മളെ ഓട്ടം ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച്, ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? എങ്കിൽ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് അവന്മാർ തീരുമാനിച്ചു കാണും. ഇന്ന് ഈ 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണം വന്നിട്ടുണ്ട്, ആ പണം എവിടെയാണ് ചിലവഴിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയും. എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടി.